സ്നേഹമുള്ള സഹോദരങ്ങളെ, പ്രഭാതവന്ദനം. ഇലകൾ ഉള്ള ഒരു വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ ചെന്ന് കായ അന്വേഷിച്ച ദൈവത്തെ നമുക്ക് കാണാൻ പറ്റും. ഒന്നും കാണാഞ്ഞതിനാൽ ആ വൃക്ഷം ഉണങ്ങിപ്പോകട്ടെ എന്ന് തമ്പുരാൻ പറയുകയും ചെയ്തു. സ്നേഹമുള്ള സഹോദരങ്ങളെ, നമ്മളൊക്കെ ഇലകൾ നിറഞ്ഞ വൃക്ഷമായിരിക്കാം. ഫലം ഇല്ലെങ്കിൽ അതുകൊണ്ട് വലിയ കാര്യമില്ല. അതുകൊണ്ട് നമുക്ക് ആഗ്രഹിക്കാം, നമ്മിലേക്ക് തിരിഞ്ഞു നോക്കി നമ്മൾ എന്തെങ്കിലുമൊക്കെ ഫലം കൊടുക്കുന്നുണ്ടോ, പരിശുദ്ധാത്മ ഫലം എന്തെങ്കിലുമൊക്കെ നമ്മളിൽ നിന്ന് സംഭവിക്കുന്നുണ്ടോ. നമുക്കറിയാൻ പറ്റും പരിശുദ്ധാത്മാവിൻ്റെ ഫലം നമ്മിൽ നിന്ന് പോകുന്നുണ്ടെങ്കിൽ. കാരണം ഈശോ പറഞ്ഞു തന്നു, ആരാണ് എന്നെ സ്പർശിച്ചത്. നമുക്കറിയാൻ പറ്റും പരിശുദ്ധാത്മ ഫലം നമ്മിൽ നിന്ന് പോകുന്നുണ്ടോ ഇല്ലയോ എന്ന്. അതുകൊണ്ട് നമുക്ക് ആഗ്രഹിക്കാം, നമ്മിൽ പരിശുദ്ധാത്മ ഫലം നിറയാൻ പ്രാർത്ഥിക്കാം. ഫലങ്ങളുള്ള വൃക്ഷമായി തീരുവാൻ നമുക്കും തമ്പുരാനോട് പ്രാർത്ഥിക്കാം. അങ്ങനെ മറ്റുള്ളവർക്ക് അനുഗ്രഹമാകുവാൻ നമ്മളെ മാറ്റി നിർത്തുന്നതിന് വേണ്ടി ഈശോ പ്രത്യേകം തിരഞ്ഞെടുത്തതാണ് എന്ന ബോധ്യത്തിൽ നമുക്ക് മുന്നോട്ട് പോകാം. അതിനുള്ള കൃപാവരം നമുക്ക് ലഭിക്കട്ടെ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയെ സഹായിക്കണേ. വിശുദ്ധ ഔസേപ്പ് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വരണേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും സഹവാസവും സ്നേഹവും ശക്തിയും കൃപയും എല്ലാ അനുഗ്രഹങ്ങളും സമൃദ്ധമായി നിങ്ങൾ ഏവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.